വിപണിയിൽ ഏപ്രിൽ ഫുളോ ആശ്വാസ റാലിയോ? ഇന്ത്യൻ ഓഹരി വിപണിയുടെ സ്പന്ദനങ്ങളുമായി മാർക്കറ്റ് മൂവ്. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നൊരു പ്രയോഗമുണ്ട്. അത് മഹാഭാരത യുദ്ധത്തെക്കുറിച്ചാണ്. അർജുനൻ്റെ അമ്പ് കൊള്ളാത്ത കൗരവരില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഏതായാലും ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപകരുടെ സ്ഥിതിയും അതൊക്കെ തന്നെയാണ്. കരടികളുടെ പ്രഹരമേൽക്കാത്തവരില്ല വിപണിയിൽ. 2026 സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ ചുവപ്പടിച്ചു കിടക്കുകയാണ് മിക്കവാറും പോർട്ട്ഫോളിയോകളെല്ലാം. 20 മുതൽ 60% വരെയാണ് പലരുടെയും നഷ്ടം. മാർച്ച് 31 അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 4%-ഓളമാണ് നിഫ്റ്റിയും സെൻസെക്സും വരുത്തിയിരിക്കുന്ന നഷ്ടം. 6%-ഓളം ലാഭത്തിലായിരുന്നെങ്കിലും ഇറാൻ യുദ്ധം കനത്തതോടെ മാർച്ച് മാസത്തിൽ മാത്രം സൂചികകൾ 11% വീണു. പുതിയ പ്രതീക്ഷകൾ ഏതൊരു പുതുവർഷത്തിലും പതിവാണല്ലോ. 2027 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ട്രേഡിംഗ് ദിനമായ ഏപ്രിൽ 1 നിക്ഷേപകർക്ക് കാര്യമായ പ്രതീക്ഷ തന്നെ നൽകിയിട്ടുണ്ട്. ശക്തമായ വാങ്ങലിൻ്റെ പിൻബലത്തിൽ സെൻസെക്സ് 1786 പോയിന്റ് നേട്ടത്തോടെ 73,134-ലും നിഫ്റ്റി 348 പോയിന്റ് നേട്ടത്തിൽ 20,679-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയെ പിന്നോട്ടടിപ്പിച്ചതിൽ മുഖ്യ പങ്കുള്ള ഇറാൻ യുദ്ധത്തിന് ഏതാനും ആഴ്ചകൾക്കകം അന്ത്യമാകുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയാണ് ഈ മുന്നേറ്റത്തിന് കരുത്തായത്. എന്നാൽ ട്രംപാണ് പറഞ്ഞതെന്നതിനാൽ ഈ സാഹചര്യത്തെ വിശ്വസിക്കാമോ എന്നതാണ് നിക്ഷേപകർ നേരിടുന്ന $1 മില്യൺ ക്വസ്റ്റ്യൻ. വിപണി വിദഗ്ധർ പറയുന്നത് മാനിച്ചാൽ യുദ്ധം മൂലം വീണ് നെല്ലിപ്പടി കണ്ട ഡസൻ കണക്കിന് മികച്ച ബ്ലൂ ചിപ്പ് ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും മികച്ച സമയമാണിത്. ഏറ്റവും തിരിച്ചടിയേറ്റ ചില മേഖലകൾ അതിവേഗം തിരിച്ചു വരുമെന്ന് ജിയോജിത് ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റായ ഡോക്ടർ VK വിജയകുമാർ പറയുന്നു. FIകൾ വൻതോതിൽ വിറ്റൊഴിഞ്ഞ സ്വകാര്യ ബാങ്ക് ഓഹരികളടക്കം ഫിനാൻഷ്യൽ ഓഹരികളിൽ ഒരു ബൗൺസ് ബാക്ക് അദ്ദേഹം മുൻകൂട്ടി കാണുന്നുണ്ട്. മികച്ച വാല്യുവേഷനുള്ള ഡിഫൻസ്, ഓട്ടോ ആൻസിലറി ഓഹരികളും നിക്ഷേപകരുടെ റഡാറിൽ തീർച്ചയായും വേണം. ഇതിൽ തന്നെ ഏപ്രിൽ 1 ഡിഫൻസ് ഓഹരികളിൽ വലിയ കുതിപ്പ് ദൃശ്യമായി. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ ഓഹരികൾ 13 മുതൽ 19% വരെ മുന്നേറി. ഇനി വിപണിയും ട്രംപും റിറ്റെയിലർമാരെ ഏപ്രിൽ ഫുള്ളാക്കുമോ എന്ന ചോദ്യം. ഇതിന് ചരിത്രത്തിൻ്റെ പിൻബലമെടുക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടെയുള്ള 8 ഏപ്രിലുകളും നിക്ഷേപകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. കോവിഡ് കാലത്ത് 2021-ലും 2022-ലും മാത്രമാണ് ഏപ്രിൽ മാസത്തിൽ വിപണി നഷ്ടത്തിലായത്. 2020 ഏപ്രിൽ മാസത്തിലാവട്ടെ 14.7% ബമ്പർ റിട്ടേണും നിഫ്റ്റി നിക്ഷേപകർക്ക് നൽകി. 2025 ഏപ്രിലിൽ 3.5% നേട്ടം. ഏതായാലും സാഹചര്യങ്ങൾ അനുകൂലമായാൽ, യുദ്ധത്തിൻ്റെ അനിശ്ചിതാവസ്ഥ നീങ്ങിയാൽ ഒരു കുതിപ്പിന് തയ്യാറായി നിൽക്കുകയാണ് വിപണിയിലെ മിക്കവാറും മേഖലകൾ. വാല്യുവേഷൻ അനുകൂലമാണ്. 10 വർഷത്തെ ശരാശരിയായ 22x ഏറെ താഴെ 19x നിഫ്റ്റിയുടെ വാല്യുവേഷൻ. ഏപ്രിൽ 9 മുതൽ 4-ാം പാദ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങും. 25% ഇടിഞ്ഞു നിൽക്കുന്ന IT ഓഹരികൾ ഈ സമയത്ത് കാര്യമായി ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ആശ്വാസ റാലിക്ക് ഏപ്രിൽ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ഓഹരികളിൽ ബോട്ടം ഫിഷിങ്ങിനുള്ള അവസരം ഈ സമയത്ത് പ്രയോജനപ്പെടുത്താം.